അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടു. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ. ഉം. എനിക്ക് ഈ അതേപോലെ ബർത്തലോമിയുടെ തന്നെ പേര് മത്തായി 10-ാം ഉം. അധ്യായത്തില് അതിന്റെ 2-ാമത്തെ വാക്യം തുടങ്ങുന്നത് ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ. ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബെദെയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തെദലൂസ്. ഇങ്ങനെ ഉം. അവരുടെ പേര് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ചോദ്യം? ആ ബർത്തലോമായിയുടെ ചരിത്രം എവിടെയാണെന്നല്ലേ? യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ഉം. ബർത്തലോമിയോയുടെ യേശുക്രിസ്തുവിന്റെ ഉം. മരണത്തിന് ശേഷമുള്ള അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു തന്നാൽ. ബർത്തലോമയുടെ ചരിത്രം വേണം അല്ലേ? ബൈബിളിൽ നിന്ന് കാണിച്ചു തരണം. അതിലെ ചോദ്യം. ബൈബിളിൽ നിന്ന് അല്ലേ? ആ, അതാണ് ബർത്തലോമിയുടെ വേണ്ടതല്ലേ? ഈ അല്ല, ഈ അതല്ലേ രണ്ടും അതല്ലേ മൂന്നും വേണ്ടത്? പ്രാവശ്യം പറയാതെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതല്ലേ വേണ്ട? അല്ല പെട്ടെന്ന് മനസ്സിലാകുന്നില്ലേ? അല്ല, ആ, അതല്ലേ അതിന് വേണ്ടത്? ഞാനൊരു മറുപടി വായിച്ച് പറഞ്ഞു അതല്ലേ തരാം. വേണ്ടത്? ശ്രദ്ധിച്ച് കേക്ക് സാംസുബിനെ, ഒന്ന് ഒതുങ്ങേ. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 3-ാം വാക്യം. തന്റെ പത്രോസിന്റെ മഹത്വത്താലും മറുപടി പത്രോസിന്റെ ശ്രദ്ധിച്ച്. ഞങ്ങൾ എടുക്കും 2-ാം ഞങ്ങൾ ലേഖനം എടുക്കട്ടെ. 1-ാമത്തെ അധ്യായം 3-ാം വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യം ഇല്ല? ആ, ആ അതെ അതെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അതെവിടാ ദാനം ചെയ്തിരിക്കുന്നത്? അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. അതായത് ബർത്തലോമായി എന്ന് അതെവിടാ പറയുന്ന, ദാനം ചെയ്ത്? പറയട്ടെ സുഹൃത്തെ, പറയട്ടെ. എന്റെ ചോദ്യം ഇതൊന്നുമല്ല സുഹൃത്തെ. എന്റെ ചോദ്യം, നിങ്ങൾ ഉം, കൊണ്ടുവന്ന വാക്യം ഇതാണ്: ഉം, തന്റെ മഹത്വത്തിലേക്കും ഔന്നതത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് എവിടെയാണ് ഉം. ബർത്തലോമിയോ അനുഷ്ഠിച്ച യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷ വേലകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബർത്തലോമിയോ അനുഷ്ഠിച്ച പ്രവർത്തികൾ, അല്ലെങ്കിൽ ബർത്തലോമിയോ ചെയ്ത പ്രവർത്തികൾ എവിടെ എന്നാണ് എന്റെ ചോദ്യം. മറുപടി ശ്രദ്ധിച്ച് കേട്ടുകൊടുക്കുക. അതായത് ബർത്തലോമയുടെ ചരിത്രമാണ് ജയ്മോൻ ചോദിക്കുന്നത്. ഇവിടെ ബൈബിൾ അത് പറയുന്നത് അറിയാവോ? ജിമ്മിയുടെ അടുത്ത് അത് തന്നെ ഞാൻ ചോദിച്ചത്. ബർത്തലോമിയോയുടെ അപ്പോസ്തല മറുപടി കേൾക്കട്ടെ. പ്രവർത്തികൾ എന്തെന്നാ ചോദിച്ചത്. മറുപടി പറഞ്ഞ കേക്കന്റെ ജയ്മോനെ, ശാന്തമായി കേക്ക്. അല്ല, ഇപ്പൊ ബർത്തലോ മെല്ലിട്ട് ഓടുവോ ജെയ്സ് ബ്രോ? ഇത് ബർത്തലോമായി എവിടെയാണെന്നാണ് താങ്കളുടെ ചോദ്യം. ഇവിടെ ബർത്തലോമിയോ ബൈബിൾ പറയുന്നത് എവിടെന്നല്ല അറിയോ? ജിമ്മി എന്റെ ചോദ്യം. ഒരു മിനിറ്റ് എവിടെയെന്നല്ല ചോദ്യം. ബർത്തലോമിയോ ബർത്തലോമയുടെ ചരിത്രം എവിടെന്നല്ല എവിടെയാണ് ജിമ്മി അതല്ലേ? എന്റെ ചോദ്യം. ബർത്തലോമയുടെ ചരിത്രം. ബർത്തലോമിയോ ചെയ്ത പ്രവർത്തികൾ എവിടെ? യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് ബർത്തലോമിയോ ചെയ്ത പ്രവർത്തനങ്ങൾ ബൈബിളിൽ നിന്ന് കാണിക്കാനാണ് ജിമ്മിയോട് ഈ പറയുന്നത്. ജിമ്മി അത് ഫിലിപ്പിനോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. ഇനി ശ്രദ്ധിച്ച് കേക്ക്. ബർത്തലുമായി ചെയ്ത ഒരു ചരിത്രത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പം ബൈബിളിൽ എല്ലാ എവിടെയെങ്കിലും നിക്ക് ബൈബിളിൽ അപ്പൊ എല്ലാ അപ്പോസ്തലന്മാരും അവർ ജീവിച്ച രീതിയും വിശ്വസിച്ചതൊന്നും ബൈബിളിൽ ഇല്ല അല്ലേ? ഇവിടെ നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായത് കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചോദ്യം, എല്ലാ അപ്പോസ്തലന്മാരും പ്രവർത്തിച്ചത് ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മറുപടി കേൾക്ക് ജയ്മോനെ, മറുപടി കേൾക്ക്. ജിമ്മി ഫിലിപ്പ് പറയൂ. ജിമ്മി ഫിലിപ്പ്, ചോദ്യം സിമ്പിൾ ആണ്. ബൈബിളിൽ ഉത്തരം സിമ്പിൾ. ഉത്തരം ജയ്മോനും മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. ജിമ്മി വേറെ കഥ പറയുക. ജിമ്മി ഫിലിപ്പ് വേറെ കഥ പറയുക. ജിമ്മി ഫിലിപ്പിനോട് ചോദ്യം ജയമോന്റെ ചോദ്യവും ഉത്തരവും ഞാൻ പറയാം. ജയമോന്റെ ചോദ്യം ഇതാണ്: അപ്പസ്തോലനായ കർത്താവിന്റെ ശിഷ്യനായ ബർത്തലോമായി ചെയ്ത ചരിത്രം അപ്പസ്തോല പ്രവൃത്തിയിൽ എവിടെ? അതാണ് ചോദ്യം. അതിന് ഉത്തരം ഞാൻ അല്ല. ജിമ്മി അങ്ങനല്ല എന്റെ ചോദ്യം. ജിമ്മിയോടുള്ള എന്റെ ചോദ്യം, ബൈബിളില് എല്ലാ അപ്പോസ്തലനും, നിങ്ങളുടെ ചോദ്യം ഇതാണ്: അപ്പോസ്തലന്മാരെല്ലാം അവർ ജീവിച്ചതെല്ലാം ഉണ്ട്, ബൈബിളിൽ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായിരിക്കുന്ന ബർത്തലോമിയോ ജീവിച്ചതും പഠിപ്പിച്ചതുമായ ബർത്തലോമിയുടെ പഠിപ്പീരുകൾ ബൈബിളിൽ എവിടെ? എനിക്ക് പത്രോസിന്റെ അല്ല എനിക്ക് കേട്ടത്. ശ്രദ്ധിച്ചു കേട്ടുകൂടുക. എനിക്ക് പത്രോസ് പഠിപ്പിച്ചതല്ല എനിക്ക് കേൾക്കേണ്ടത്. പൗലോസ് പഠിപ്പിച്ചതല്ല കേൾക്കേണ്ടത്. എനിക്ക് ഫിലിപ്പ് ചെയ്ത കാര്യമല്ല കേൾക്കേണ്ടത്. എനിക്ക് മത്തായി പറഞ്ഞതും മത്തായി ചെയ്തതുമായ കാര്യമല്ല എനിക്ക് കേൾക്കേണ്ടത്. എനിക്ക് കേൾക്കേണ്ടത് ബർത്തലോമിയോ പഠിപ്പിച്ചതും ബർത്തലോമിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുമാണ് എനിക്ക് കേൾക്കേണ്ടത്. ജിമ്മി അതെടുത്ത് കാണിച്ചോളൂ. ബൈബിളിൽ നിന്ന് കാണിക്കാം. തരാം.
അപ്പോസ്തലനായ ബർത്തലോമയുടെ കാര്യത്തെ കുറിച്ചാണ് ജയ്മോന്റെ ചോദ്യം. ബർത്തലോമ എന്റെ ചെയ്ത പൊന്നു ജിമ്മി, അത് ചരിത്രത്തെ തന്നെ കുറിച്ചാണ് 100 പ്രാവശ്യം ഇത് തന്നെ ഞാൻ മറുപടി പറഞ്ഞത്. പറയട്ടെ ജയ്മോനെ, ഈ ചാവാതിരിക്കെ. ഏറ്റുപറച്ചിലൊന്നും മറുപടി ഒഴിവാക്കിയിട്ട് പറയട്ടെ, കാര്യത്തിലേക്ക് മറുപടി പറയട്ടെ, ചാവാതിരിക്കെ. ഇവിടെ ബൈബിളിനകത്ത് ഈ ബർത്തലോമയെ കുറിച്ചും ബർത്തലോമയെ ചെയ്ത ചരിത്രത്തെ കുറിച്ചും അപ്പോസ്തലന്മാർ എഴുതാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ എഴുതും. എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് അല്ലാതെ തന്നെ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതുകൊണ്ട് എല്ലാം ഇവിടെ കർത്താവ് കൊടുത്തിരിക്കുന്നു എന്നാണ്. കർത്താവ് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് കൊടുക്കും, ആവശ്യമില്ലാത്ത കൊടുക്കത്തില്ല. ജിമ്മി, ഈ കർത്താവ് ഭക്തിക്കും ആവശ്യമായിട്ടുള്ള എല്ലാം ബൈബിളിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള ബാക്കി എവിടെയാ? അല്ലേ 2 പത്രോസ് 1:3 വായിച്ചേ. 2 പത്രോസ് എഴുതിയ സമയത്ത് വെളിപാട് പുസ്തകം ഉണ്ടായിരുന്നോ? 2 പത്രോസ് എഴുതിയ സമയത്ത് വെളിപാട് പുസ്തകം ഉണ്ടായിരുന്നോ? ഈ വെളിപാട് പുസ്തകം ഈ 2 പത്രോസ് എഴുതുന്ന സമയത്ത് പഴയ നിയമം ഉണ്ടായിരുന്നോ? പഴയ നിയമം ഉണ്ടായിരുന്നു. പഴയ നിയമം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ, ഈ പഴയ നിയമം എഴുതുന്ന സമയത്ത് ഈ 2 പത്രോസ് ഉണ്ടായിരുന്നു. പുതിയ നിയമം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. പുതിയ നിയമം ഇല്ലായിരുന്നു. അതിനിപ്പോ എന്താ ശരിക്കുന്നത്? 2 പത്രോസ് എഴുതുന്ന സമയത്ത് പഴയ നിയമം ഇല്ല. 2 പത്രോസ് എഴുതുന്ന സമയത്ത് ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. പറഞ്ഞോ ജിമ്മി അവിടെ നിൽക്കി. 2 പത്രോസ് എഴുതുന്ന സമയത്ത് ഡിസംബറിൽ ഒരു മിനിറ്റ് 2 പത്രോസ് എഴുതുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന നമ്മുടെ വെളിപാട് പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷെ അപ്പം പത്രോസിനെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വെളിപാട് പുസ്തകം എഴുതുന്നതിന് മുമ്പ് പത്രോസിനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ 2 പത്രോസിനകത്ത് എല്ലാം യേശുക്രിസ്തു തന്ന എല്ലാം ഉണ്ടെന്ന്. ഈ 2 പത്രോസിനകത്ത് യേശുക്രിസ്തു തന്ന എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? 2 പത്രോസിനകത്ത് ഉണ്ടെന്നാണോ ജയ്മോനെ പറഞ്ഞത്? പിന്നെ എവിടുന്നാണ് സുഹൃത്തെ? ബൈബിൾ വായിക്ക് ജയ്മോനെ, ബൈബിൾ വായിക്ക് ജയ്മോനെ. അതിനകത്ത് എഴുതിയേക്കെന്ന് അറിയോ? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ടിയതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അത് എവിടെയാണ് എന്റെ ചോദ്യം? ഈ നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായുള്ളത് കൂത്ത പപ്പടമല്ല. ജയ്മോനെ ശ്രദ്ധിച്ചോ, നമുക്ക് നീ ടോപ്പിക് ഒന്നും മാറ്റം നിൽക്കട്ടെ പെട്രാ ജിമ്മി. ബൈബിള് നമുക്ക് തന്നിട്ടുള്ള എല്ലാം ബൈബിളിൽ തന്നിട്ടുള്ളതല്ല എഴുതി വെച്ചേക്കുന്നത്. നീ നിന്റെ സൗകര്യം അനുസരിച്ച് അതിന്റെ കൂടെ ഒരു ബൈബിളിന്റെ വേർഡും കൂടെ ചേർക്കരുത്. ഇനി ഈ 27 പുസ്തകമാണ് ബൈബിൾ എന്ന് പുതിയ നിയമം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അല്ലെന്നേ, ഇവൻ ഈ പറയുന്ന ലോജിക്ക് തന്നെ കള്ളത്തരമല്ലേ? കാരണം അവിടെ എവിടെയെങ്കിലും ബൈബിളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടുന്നാണ് കിട്ടുന്നത് പ്രിൻസ് ടിസ? എവിടുന്ന് പിന്നെ കിട്ടും? പിന്നെ എവിടുന്ന് കിട്ടുമെന്ന് പറയൂ. എവിടെ നിന്ന് കിട്ടുമെന്ന് പറയൂ. സുഹൃത്തെ ബൈബിളിൽ നിന്ന് കിട്ടുമെന്നുള്ള തെളിവ് എവിടെ നിന്ന് പിന്നെ കിട്ടുമെന്ന് പറയൂ. പൂത്ത പപ്പടത്തിൽ കിട്ടുവോ? പൂത്ത പപ്പടത്തിൽ കിട്ടുവോ?